ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേക്കറിയിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഓവൻ ഉപയോഗിച്ചിട്ടില്ല, മുട്ടയും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് കാണാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതിനെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു അരിപ്പയിലോട്ടിട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 പിഞ്ച് ഉപ്പ്. ഇതെല്ലാം നന്നായിട്ട് അരിച്ച് എടുക്കാം. നമുക്ക് ഒരു ബൗളിൽ 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര്. പിന്നെ ഒരു 1/4 കപ്പ് ഓയില്. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഒരു 1 ടേബിൾ സ്പൂൺ ഇതുപോലെ നിറച്ചെടുക്കണം. ചോക്ലേറ്റ് ചീകിയെടുത്തത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ഈ മാവ് കുറച്ചായിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓവർ ബീറ്റിംഗ് ഇല്ലാതെ, എന്നാലും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയും വേണം. കുറച്ചായിട്ട് ഇട്ടെടുക്കാം. ഒരു സെറ്റ് മിക്സ് ആവുമ്പോൾ നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്തിട്ടു. ഈ ബാറ്റർ നല്ല തിക്കാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് പാലൊഴിച്ച് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലൂസാക്കണം. അപ്പോൾ ഞാൻ പാല് വേണമെങ്കിൽ നമുക്ക് പാല് ചേർക്കാം. പാലില്ലാത്തത് കൊണ്ട് ഞാൻ പാൽപ്പൊടിയാണ് കലക്കിയെടുത്തത്. അത് നമുക്ക് ഇതിനെ ഒന്ന് ലൂസാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആകാൻ വേണ്ടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കേക്ക് ടിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇതെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഞാനിതിൽ ഈ സൈസിന് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു. കുറച്ച് ബട്ടർ, നെയ്യോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണ അലുമിനിയം പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം 5 മിനിറ്റിന് മുകളിൽ ആയിട്ടുണ്ട്. ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോ ആക്കി കൊടുത്തു. എന്നിട്ട് നടുവിൽ ഒരു റിങ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. സൂക്ഷിച്ച് വെക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം.
പാകത്തിനുള്ള ഒരു അടപ്പ് അടച്ചു കൊടുത്തു. ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുമ്പോഴും ഞാൻ അടച്ചു. 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോൾ ഞാനൊന്ന് നോക്കി. അപ്പോൾ ഒരു അല്പം കൂടെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ച് എടുത്ത് മാറ്റണം. നമ്മൾ ഒരു വയർ റാക്കിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ പതുക്കെ എടുക്കാം. പാത്രത്തിൽ ഒരു 125 ഗ്രാം ചോക്ലേറ്റ് ഇട്ടൊന്ന് ചൂടാക്കാം. അല്പം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. റെഡിയാക്കിയ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡിയായി. ഇപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്കിതുപോലെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാം. അത് ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.